നാട്ടിലെ പോലീസുകാരെല്ലാം തിരഞ്ഞെടുക്കുന്ന കുറ്റവാളി ഇങ്ങനെ റോഡിൽ കറങ്ങി നടക്കാണോ? ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം കിട്ടുമെന്ന് തോന്നില്ല. ഗിരിയേട്ടനെ നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്ക് നിന്നെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. സ്വപ്ന പ്രഗ്നന്റ് ആയിരുന്നില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീറുകയായിരുന്നു. അവള് പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. നിന്നെ ജയിലിൽ വന്ന് കണ്ട് മാപ്പ് ചോദിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയില്ല. നിന്നെ മാത്രമല്ല, മുകുന്ദനെയും ഞാൻ വിശ്വസിച്ചില്ല. സ്വന്തം അനിയത്തി പറയുന്നത് വിശ്വസിച്ചതിന് ഗിരിയേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് സ്വപ്നയോട് അസൂയ തോന്നുന്നേ. ഇത്രയും തട്ടിപ്പ് കാണിച്ചിട്ടും ഗിരിയേട്ടൻ അവളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്റെ ചേച്ചിക്ക് ഞാൻ പറയുന്നതെല്ലാം നുണയായിട്ടാ തോന്നുന്നേ. മഞ്ജുവിന്റെ അപ്പോഴത്തെ സാഹചര്യം കൂടി നീ മനസ്സിലാക്കണം. പറ്റിയത് തെറ്റാണെന്ന് മഞ്ജുവിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഒരുപാട് വൈകിപ്പോയി ഗിരിയേട്ട. ഇനി മാപ്പ് പറച്ചിലൊന്നും വലിയ അർത്ഥമില്ല. എനിക്കിപ്പോ എങ്ങനെയെങ്കിലും പീതാംബരനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. നിനക്ക് എന്നെയാണോ സംശയം? പീതാംബരം മരിച്ച സമയത്ത് ഞാനും സഞ്ജുവും കൂടി തല്ലുകൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഉറപ്പിച്ചതുകൊണ്ട് ഐശ്വര്യ മേഡം എന്നെ വെറുതെ വിട്ടത്. ഐശ്വര്യ മേഡം ഗിരിയേട്ടനെ വെറുതെ വിട്ടത് എന്നെ അറസ്റ്റ് ചെയ്തതുകൊണ്ടാ. നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ? ഗിരിയേട്ടനെ നേരിട്ട് കണ്ട് ഇത് ചോദിക്കാനുള്ള കാരണം ആ കഥ സത്യമാണോന്ന് ഉറപ്പുവരുത്താനാ. എന്നിട്ട് നീ എന്താ കണ്ടുപിടിച്ചത്? ഗിരിയേട്ടനല്ല പീതാംബരനെ കൊന്നത്. ഗിരിയേട്ടന് വേറെ ആരെയാ സംശയമുള്ളത്? എനിക്കാരെയും സംശയമില്ല മോളെ. മുഴുവൻ പോലീസുകാരും ഈ കേസിന്റെ പിന്നാലെ തന്നെ. അവരെന്തായാലും കുറ്റവാളിയെ കണ്ടുപിടിക്കും. നീ ഈ കേസിൽ നിരപരാധിയാണെന്ന് മഞ്ജു തെളിയിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് വീട്ടിലേക്ക് പോവാം. മഞ്ജുവുമായി സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കാനാ ഗിരിയേട്ടൻ ഉദ്ദേശിക്കുന്നത്? എന്നെ ഇനിയും ജയിലിലേക്ക് അയച്ചിട്ടാണോ? ജയിലിൽ ചാടിയതിന് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്റെ ഭർത്താവ് ഒരു മജിസ്ട്രേറ്റ് അല്ലേ? ആ ബോധം നിനക്കുണ്ടോ? ഒരു മജിസ്ട്രേറ്റിന്റെ ഭാര്യ പോലീസിനെ പിടികൊടുക്കാതെ രക്ഷപ്പെട്ട് നടക്കുകയാണെന്ന് അറിഞ്ഞ അവൻ എത്രമാത്രം നാണക്കേടുണ്ടാവും? അത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. ജയിലിൽ പോകുന്നതിന് മുൻപ് എനിക്ക് പീതാംബരന്റെ കൊലയാളിയെ കണ്ടുപിടിക്കണം. മോളെ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഗിരിയേട്ട വിടാൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വിടാനാ പറഞ്ഞ്. നീ എന്തായി കാണിക്കുന്നേ മോളെ? വേണ്ട, നീ വെറുതെ കത്തി വെച്ച് കളിക്കല്ലേ. നിന്റെ കൈ തന്നെ മുറിയും. അത് കളഞ്ഞിട്ട് എന്റെ കൂടെ വാ. നമുക്ക് മുകുന്ദനെയും മഞ്ജുവിനെയും കണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കാം. ഗിരിയേട്ട വിട്. വിടാനല്ലേ പറഞ്ഞേ? വിടാനാ പറഞ്ഞേ. സോറി സോറി ഗിരിയേട്ട. മോളെ മഹിമേ, വേഗം കേറ്. മഹിമ, വണ്ടി എടുക്ക്. മോളെ